തലയിങ്ങനെ പോകണം. ചാർജറും കൊണ്ടാണ് ഞാൻ എപ്പോഴും നടക്കണത്. എപ്പോഴാ ചാർജ് ചെയ്യാന്ന് പറയാൻ പറ്റൂല. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സമയം വൈകിട്ടായി, ഒന്ന് റെഡിയായിട്ട് ഒരു കല്യാണ തലേന്നിന് പോകണം. അപ്പോൾ നമുക്കൊന്ന് റെഡിയായി പോകാം. അമ്മയാണെങ്കിൽ അവിടെ വിളക്കൊത്തിച്ച് നാമൻ ചൊല്ലുകയാണ്. രാമ 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 പാഹിമ രാമ രാമ. ഈ ചിക്കൻ കറി ടോപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ മുംബൈയിൽ നിന്ന് വാങ്ങിച്ചതാണ്. വളരെ ആഗ്രഹിച്ച് ഈ കളർ തന്നെ വേണം, പച്ച തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഫാഷൻ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. എന്നിട്ട് ഒരു തവണ ഞാൻ ഇട്ടുള്ളൂ. ഇന്ന് പോകുമ്പോൾ ഇതിടാന്ന് ഞാൻ വിചാരിച്ചു. ഇനി ഞാൻ പോണത് ചേച്ചിയുടെ കല്യാണത്തലേന്നാണ്. അമ്മ പണ്ട് വർക്ക് ചെയ്തിരുന്നത് അച്ചൂസിലായിരുന്നു. അച്ചൂസിൽ അമ്മയുടെ കൂടെ വർക്ക് ചെയ്തതാണ് അമ്പിളി ആൻറ്റി. അമ്പിളി ആൻറ്റിയുടെ രണ്ടാമത്തെ മോളുടെ കല്യാണമാണ്. മൂത്ത മോളുടെ കല്യാണം ഞാൻ +2 പഠിക്കുമ്പോൾ ഒരു ഫെബ്രുവരി സമയത്തായിരുന്നു. അപ്പോൾ ഞാനതിന് ആ കല്യാണത്തിന് പോയി തലേന്ന് ഇതേപോലെ പോയിട്ട് അന്ന് രാത്രി എന്നോട് ചോദിക്കണേണ് അവരുടെ കല്യാണത്തിന് ആങ്കർ ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു നമ്മൾ പിന്നെ ഒന്നും വേണ്ട ഇല്ല ഒന്നും പറയൂലല്ലോ. അത് കാരണം ഞാൻ പറഞ്ഞു ആ ശരി ആങ്കർ എന്നിട്ട് ഇങ്ങനെ ആങ്കറാക്കി കോളാക്കി കൊടുത്തൊരു പരിപാടിയാണത്. അങ്ങനെ ഈ കിങ്ങിണി ചേച്ചിയും പാറു ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ലെറ്റർ എഴുതാൻ പഠിക്കണേണ്. ലെറ്റർ എഴുതാനുള്ള ഫോർമാറ്റ് പഠിക്കണേണ്. ഹലോ എന്താണ് ചോദിക്കുക, പ്രിയപ്പെട്ട പാറു ചേച്ചിക്ക് സുഖമാണോ, എനിക്കിവിടെ സുഖമാണ്, എന്താണ് ഇവിടെ വരാത്തത് എന്നൊക്കെ ചോദിച്ച് ഞാൻ ലെറ്റർ എഴുതിയിരുന്നു. അപ്പം അമ്മ ചൂസി വർക്ക് ചെയ്യുമ്പോൾ ഞാനന്ന് ഭയങ്കര ചെറുതാണ്. അപ്പം എനിക്ക് അവിടെ കളിക്കാനൊന്നുമില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കടയ്ക്ക് വരും. പിന്നെ എനിക്ക് കളിക്കാനാവില്ല. ശനി ഞായറായ പിന്നെ പറയേ വേണ്ട. അപ്പം പിന്നെ ഞാൻ ഇവർക്കൊക്കെ അമ്മയുടെ അവിടെ ജോലി ചെയ്യണ എല്ലാവർക്കും ഞാൻ ലെറ്റർ എഴുതായിരുന്നു. ഹലോ സുഖമാണോ, എനിക്കിവിടെ സുഖമാണ്, ചേച്ചിക്ക് ഇവിടെ ഒന്ന് വന്നൂടെ, എനിക്കിവിടെ കളിക്കാൻ ആരും കൂട്ടില്ല, ചേച്ചിക്ക് ഇവിടെ ഒന്ന് വന്നൂടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ലെറ്റർ എഴുതായിരുന്നു. അപ്പം കിങ്ങിണി ചേച്ചിയും പാറു ചേച്ചിയൊക്കെ എനിക്ക് ആ ലെറ്ററിന് മറുപടി തരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ ലെറ്ററൊക്കെ എഴുതി തന്നിട്ട് ഒരു ബാർബിയുടെ ഫോട്ടോ എനിക്ക് വരച്ച് എനിക്ക് അമ്പിളി ആൻറ്റിയുടെ കയ്യിൽ കൊടുത്ത് വിട്ട്, ഇതാണ് എനിക്ക് കിങ്ങിണി ചേച്ചിയുടെ വീട്ടിലൊക്കെ എന്നെ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവരെ ഇട്ട് കുഞ്ഞായിട്ടിരിക്കുമ്പോൾ തൊട്ടുള്ള ഒരു കണക്ഷനാണ്. ചേച്ചി വളർന്ന് വലുതായി ഒരു കല്യാണ പ്രായം എത്തിയിരിക്കുന്നു, ഒരു യുവതിയായിട്ട് മാറി കല്യാണം എത്തിയിരിക്കുന്നു. അങ്ങനെ ലെറ്റർ എഴുതിയുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. നമുക്ക് കല്യാണത്തിന് പോയിട്ട് വരാം. അപ്പോൾ ഞാൻ സ്ട്രോക്ക് ക്രീമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇടാനുള്ളൊരു പാടേ. ഗൈസ്, ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. ഞങ്ങൾ പോകാനായിട്ട് കാറും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഗൈസ്, എൻ്റെ ചെരുപ്പ് കണ്ടോ? ഇത് ഞാൻ മുംബൈയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ചാർജറും കൊണ്ടാണ് ഞാൻ എപ്പോഴും നടക്കണത്. എപ്പോഴാ ചാർജ് ചെയ്യാന്ന് പറയാൻ പറ്റൂല. ഹായ് പാറു ചേച്ചി. अंग्रेजी पढ़ी थी गिट पिट तू कर दी जिम में कोई नहीं साथी भी विक्टोरिया वेल पिराक्कल विरुന്നു വന്നു പകൽക്കിനാവിൽ ഇന്നെനിക്കു വേണ്ടി ചിരിയുടെ കുളിരലകൾ
അതിലിളകിയ തരിവളകൾ നീ അഴകിന്റെ കുളിരരുവി അതിലൊഴുകിയ മുരളിക ഞാൻ പ്രണയിനി ഹരിമുരളിയിൽ ഇന്നനുരാഗരാഗമാല്യമായി നീ ചേട്ടാ ചിക്കൻ കാല് കിട്ടോ ലെഗ് ഇവളല്ലേ അതെ അതെ ഇതന്നെയാണ് കല്യാണത്തലേന്ന് ആങ്കറയിപ്പിച്ചത്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് നമ്മൾ നിർത്തുകയാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ബൈ. കാണുന്നില്ലല്ലേ എന്നാ ബൈ ബൈ.